ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നോർമൽ ലോസ് എന്നും എങ്ങനെയാണ് നോർമൽ ലോസുകൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എന്താണ് അബ്നോർമൽ ലോസ് എന്നും എങ്ങനെയാണ് അബ്നോർമൽ ലോസുകൾ ട്രീറ്റ് ചെയ്യുക എന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നോർമൽ ലോസിന്റെ അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ 1000 യൂണിറ്റ് ഇൻപുട്ട് പ്രോസസ്സിലേക്ക് ആഡ് ചെയ്ത് അതിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 900 യൂണിറ്റ് ആണ്. ഒരു 100 യൂണിറ്റ് നോർമൽ ആയിട്ട് ലോസ് സംഭവിക്കുന്നുണ്ട്. അതിലൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 900 യൂണിറ്റ് ആണ്. അതെനിക്ക് എല്ലാ വർഷവും ലഭ്യമാകുന്നുമുണ്ട്. എന്നാൽ ഇനി നോക്കുക, ഒരു വർഷം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് എനിക്ക് ലഭ്യമായില്ല. ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് 900 യൂണിറ്റ് ആണ്. എന്നാൽ എനിക്ക് റിസീവ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 850 യൂണിറ്റ് മാത്രമാണ്. ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടാതെ വന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഉദാഹരണത്തിന്, ഈ വർഷം ഒരു അതിശക്തമായ ചൂട് കാരണം നമ്മുടെ മൾബറി ചെടികളിൽ കുറച്ച് നശിച്ചു പോയത് കാരണം നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യാം, കുറവ് ലഭിച്ചേക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് ലഭ്യമാവാതെ വരുന്ന ഈ സിറ്റുവേഷനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇവിടെ അബ്നോർമൽ ലോസ് ആയിട്ട് എഗെയിൻ നമുക്കൊരു 50 യൂണിറ്റും കൂടി ലോസ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ലോസ് സംഭവിച്ച നോർമൽ ലോസുകളെയും അതുപോലെ അബ്നോർമൽ ലോസുകളെയും നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പ് വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യാണ്, സോൾഡ് ചെയ്യലാണ് പതിവ്. ഇനി ഇങ്ങനെ അബ്നോർമൽ ലോസുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ സഹിതം ഡിസ്കസ് ചെയ്യാം. നോക്കുക, എ പ്രൊഡക്റ്റ് പാസസ് ത്രൂ ഡിഫറെന്റ് പ്രോസസ് ടു കംപ്ലീഷൻ. ദി ഫോളോയിങ്സ് ആർ റിലേറ്റഡ് ടു ദി പ്രോസസ്. ഇവിടെ നമുക്ക് ഒരു പ്രോസസ് ആണ് നൽകിയിട്ടുള്ളത്. ഡിഫറെന്റ് പ്രോസസ്സുകൾ ഉണ്ട്. അതിൽ ഒരു പ്രോസസ്സ് മാത്രമാണ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്, പ്രോസസ് എ. ഇതിൽ ലേബർ കോസ്റ്റ് ആയിട്ട് ഒരു 4000ഉം ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഒരു 3000ഉം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് ഒരു 3710 റുപ്പീസും അതേപോലെ തന്നെ നോർമൽ വേസ്റ്റേജ് ആയിട്ട് ഒരു 10%ഉം അതേപോലെ നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് റിസീവ് ചെയ്തിട്ടുള്ളത് ഒരു 850 യൂണിറ്റുമാണ് ആക്ച്വൽ ഔട്ട്പുട്ട് റിസീവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഓഫ് വേസ്റ്റേജ് എന്ന് പറയുന്നത് ₹5 ആണ്. 5 രൂപ വെച്ചിട്ടാണ് നമ്മൾ നോർമൽ ലോസുകളും അബ്നോർമൽ ലോസുകളും നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കുന്നത് 5 റുപ്പീസ് വെച്ചിട്ടാണ്. അതുപോലെ 1000 യൂണിറ്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രോസസ് എ അറ്റ് കോസ്റ്റ് ഓഫ് ₹17 പെർ യൂണിറ്റ്. നമ്മൾ 1000 യൂണിറ്റ് റോ മെറ്റീരിയൽസ് നമ്മൾ പ്രോസസ് എയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 17 പെർ യൂണിറ്റ് ആണ്. 17 രൂപയാണ് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ്. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് ആൻഡ് വേസ്റ്റേജ് അക്കൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ആദ്യം നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇവിടെ പ്രോസസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ഐറ്റംസുകളും ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഒരു 1000 യൂണിറ്റ് 17 റുപ്പീസ് വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 17,000 റുപ്പീസ് നമുക്ക് കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട്. അതേപോലെ ലേബർ കോസ്റ്റ് നമ്മൾ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു 4000. ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് ഒരു 3000 റുപ്പീസും അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് ഒരു 3710 റുപ്പീസും നമ്മൾ ഈ പ്രോസസ്സിലേക്ക് ഇൻപുട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റുകളാണ്. അതുപോലെ ഈ പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു എന്ന് പഠിച്ചു. അപ്പൊ ഏതൊക്കെയാണ് പ്രോസസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എക്സ്പെൻസുകൾ അല്ലെങ്കിൽ കോസ്റ്റുകൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് ഒരു 10% ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലിന്റെ 10% ആണ് നോർമൽ ലോസ് സംഭവിക്കുന്നത്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1000 യൂണിറ്റിന്റെ 10% വിച്ച് ഈസ് ഈക്വൽ ടു 100 യൂണിറ്റ് ആണ് നമുക്ക് നോർമൽ ലോസ് സംഭവിക്കുന്നത്. ഇനി ഈ നോർമൽ ലോസുകൾ നമ്മൾ വാല്യൂ ചെയ്യുന്നത് സ്ക്രാപ്പ് റേറ്റിനാണ് എന്നും അതേപോലെ നോർമൽ ലോസുകൾ നമ്മൾ സോൾഡ് ചെയ്യുന്നതും സ്ക്രാപ്പ് റേറ്റിനാണ് എന്നുള്ളത്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് പ്രകാരം ഇവിടെ നമ്മൾ നോർമൽ ലോസുകൾ വാല്യൂ ചെയ്യുന്നത് സ്ക്രാപ്പ് റേറ്റിനാണ്. സ്ക്രാപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ₹5 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് 100 × 5 ₹500 ആണ് നമുക്ക് ടോട്ടൽ നോർമൽ ലോസ് ആയിട്ട് എമൗണ്ട് വന്നിട്ടുള്ളത്. ഇനി നോക്കുക, ഇവിടെ ടോട്ടൽ നമ്മൾ 1000 യൂണിറ്റ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതിൽ നിന്നും നമുക്ക് നോർമൽ ലോസ് ആയിട്ട് ഒരു 100 യൂണിറ്റ് നമുക്ക് നോർമൽ വേസ്റ്റേജ് വന്നു. അതിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 900 യൂണിറ്റ് ആണ്. 1000 - 100 900 യൂണിറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണ്? ക്വസ്റ്റ്യൻ പ്രകാരം 850 യൂണിറ്റ് മാത്രമാണ് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇതിനർത്ഥം നമ്മൾ എക്സ്പെക്ട് ചെയ്ത യൂണിറ്റിനേക്കാളും കുറവാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമായിട്ടുള്ളത് എന്നാണ്. വിച്ച് മീൻസ് അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ് ആണ് അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുള്ളത്? എക്സ്പെക്ട് ചെയ്തത് 900, റിസീവ് ചെയ്തത് 850. അതായത് അബ്നോർമൽ ലോസ് ആയിട്ട് നമുക്കൊരു 50 യൂണിറ്റ് അബ്നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഈ അബ്നോർമൽ ലോസുകളും നമ്മൾ ആദ്യം വാല്യൂ ചെയ്യണം. അതിനുശേഷം നമ്മൾ അത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഇനി ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അബ്നോർമൽ ലോസുകൾ നമ്മൾ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ അബ്നോർമൽ ലോസുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് സ്ക്രാപ്പ് വാല്യൂവിലുമാണ്. ഇവിടെ വ്യത്യാസമുണ്ട്. നോർമൽ ലോസുകൾ ആണെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിൽ തന്നെയാണ് വാല്യൂ ചെയ്യലും, അതേപോലെ സ്ക്രാപ്പ് വാല്യൂവിൽ തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യലും. എന്നാൽ അബ്നോർമൽ ലോസുകളാണ് എങ്കിൽ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് പെർ യൂണിറ്റിലും അബ്നോർമൽ ലോസുകൾ സോൾവ് ചെയ്യേണ്ടത് സ്ക്രാപ്പ് വാല്യൂവിലുമാണ്. അബ്നോർമൽ ലോസുകൾ നമ്മൾ വാല്യൂ ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ടിൽ വെച്ചിട്ടും അതുപോലെ തന്നെ അബ്നോർമൽ ലോസുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ വെച്ചിട്ടുമാണ്. അപ്പോ നമ്മൾ ഇവിടെ 2 അക്കൗണ്ടുകൾ കൂടി നമ്മൾ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് വൺ നോർമൽ ലോസ് അക്കൗണ്ട്, സെക്കൻഡ് വൺ അബ്നോർമൽ ലോസ് അക്കൗണ്ട്. കാരണം ഇവ രണ്ടും വിൽക്കുന്നത് സ്ക്രാപ്പിൽ ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കാണിക്കുന്നത് നോർമൽ ലോസ് അക്കൗണ്ടിലും അബ്നോർമൽ ലോസ് അക്കൗണ്ടിലുമാണ്. ഇനി നമുക്ക് അബ്നോർമൽ ലോസ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഓഫ് ഡെബിറ്റ് സൈഡ് മൈനസ് ടോട്ടൽ വാല്യൂ of normal loss divided by total unit of material minus total unit of normal loss. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് 27,710 റുപ്പീസും മൈനസ് ടോട്ടൽ വാല്യൂ ഓഫ് നോർമൽ ലോസ് എന്ന് പറയുന്നത് 500 റുപ്പീസും ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ 1000 മൈനസ് ടോട്ടൽ യൂണിറ്റ് ഓഫ് നോർമൽ ലോസ് 100. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് 30.23 റുപ്പീസ് നമുക്ക് ലഭ്യമാവും കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട്. അപ്പോൾ ഈ റേറ്റിനാണ് നമ്മൾ അബ്നോർമൽ ലോസുകൾ വാല്യൂ ചെയ്യേണ്ടത്. അതായത് 50 യൂണിറ്റ് 30.23 റുപ്പീസ് വെച്ച് നമുക്ക് അബ്നോർമൽ ലോസ് സംഭവിച്ചു. വിച്ച് ഈസ് ഈക്വൽ ടു 1512 റുപ്പീസിന്റെ ടോട്ടൽ അബ്നോർമൽ ലോസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 100 യൂണിറ്റ് നോർമൽ ലോസ് സംഭവിച്ചു, 50 യൂണിറ്റ് നമുക്ക് അബ്നോർമൽ ലോസും സംഭവിച്ചു. ഇനി നമുക്ക് ആക്ച്വൽ ആയിട്ട് നമ്മുടെ കയ്യിൽ 850 യൂണിറ്റ് ഉണ്ട്. അത് നമ്മൾ നേരെ പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ റേറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 30.23 എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ നമ്മൾ പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 25,698 റുപ്പീസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോർമൽ ലോസിന്റെയും അബ്നോർമൽ ലോസിന്റെയും സെയിൽ കാണിക്കണം. ആ സെയിൽ കാണിക്കുന്നത് സെപ്പറേറ്റ് നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അതിനായി ഫസ്റ്റ് ഞാൻ നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിൽ പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും നോർമൽ ലോസുകളെ ഞാൻ നേരെ നോർമൽ ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് കാണിക്കുന്നു. നോർമൽ ലോസ് 100 യൂണിറ്റ് 5 റുപ്പീസ് വെച്ച് 500 റുപ്പീസിന്റെ നോർമൽ ലോസുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് ഞാൻ സ്ക്രാപ്പ് വാല്യൂവിന് സോൾവ് ചെയ്യുകയാണ്. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരും. അതായത് ബൈ ബാങ്ക് എന്ന് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ് സെയിൽ ചെയ്തിട്ടുള്ളത്?
100 ക്വാണ്ടിറ്റി സെയിൽ ചെയ്തു. എത്രയാണ് ഒരു സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്? 5 rupees ആണ് പെർ യൂണിറ്റിന്. അങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 500 rupees വരും. അതോടുകൂടി രണ്ട് സൈഡും ഈക്വൽ ആയി നോർമൽ ലോസ് അക്കൗണ്ട് ക്ലോസ് ആകും. ഇനി ഇതേപോലെ ഞാൻ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിനായിട്ട് പ്രോസസ് അക്കൗണ്ടിലുള്ള അബ്നോർമൽ ലോസുകൾ ക്രെഡിറ്റ് സൈഡിൽ നിന്നും ഞാൻ നേരെ അബ്നോർമൽ ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 50 യൂണിറ്റ് 30.23 rupees വെച്ച് 1512 rupeesന്റെ അബ്നോർമൽ ലോസ് ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കുക, അബ്നോർമൽ ലോസുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് സ്ക്രാപ്പ് വാല്യൂവിനാണ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഈ 50 യൂണിറ്റ് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലേക്ക് സ്ക്രാപ്പ് വാല്യൂവിനുള്ള വാല്യൂ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതായത് ബൈ ബാങ്ക് 50 rupees, സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് വരുന്നത്? 5 rupees ആണ് വരുന്നത്. അതായത് 50 × 5 250 rupees മാത്രമാണ് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയുള്ളൂ. അതായത് ടോട്ടൽ അബ്നോർമൽ ലോസ് ആയിട്ട് 1512 രൂപ സംഭവിച്ചു. അത് നികത്താൻ ഞാൻ കുറച്ച് സ്ക്രാപ്പിന് വിറ്റപ്പോൾ എനിക്ക് ആകെ ലഭ്യമായിട്ടുള്ളത് 250 rupees മാത്രമാണ്. ബാക്കിയുള്ള നഷ്ടം ഞാൻ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായി രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള നഷ്ടം 1262 രൂപയാണ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു.